എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ എനർജിക്ക് ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. മൊത്തം ആകെ ഒരു വിഷമത്തിലിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ അപകടങ്ങളും ഒക്കെ മനസ്സിനെ ആകെ തളർത്തിയിരിക്കുന്നു. കാരണം എനിക്കും ഇതേപോലത്തെ പ്രായത്തിലൊക്കെ ഉള്ള മകനുണ്ട്. അപ്പം ആകെ ഒരു വിഷമാണ്. എന്നെപ്പോലെ എത്രയോ പേർക്ക് സങ്കടം, നമ്മുടെ കേരളം മുഴുവൻ സങ്കടത്തിലാവുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. അപ്പം ഈ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നല്ല മിടുക്കരായ 5 ആൺകുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതേപോലെ നല്ല ഓമനത്തുള്ള ഒരു മുഖമുള്ള നമുക്ക് സാനിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മരണം. BSc നഴ്സിംഗ് പഠിക്കുന്നു, SRM കോളേജിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടി. അവൾ വെക്കേഷന് വേണ്ടി പാലക്കാട്ടേക്ക് എക്സ്പ്രസ് ട്രെയിനിൽ വന്ന സമയത്ത് രാത്രി 1:40 അവൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അവൾ പോയപ്പോൾ അവിടുന്ന് ഡോർ അടഞ്ഞ് ട്രെയിനിൽ നിന്ന് മറിഞ്ഞു വീണ് മരിച്ചുപോയി. വളരെ സങ്കടകരമായ കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ അപകട മരണങ്ങൾ. അപ്പം അതേ തുടർന്ന് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പം അത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഇനി സാധാരണ അപകടം ഉണ്ടാകാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇതേപോലെ ട്രെയിനിലുള്ള ഈ ഡോർ അടഞ്ഞിട്ടുള്ള മരണങ്ങൾ ഇഷ്ടം പോലെയാണ്. ഈ കഴിഞ്ഞ മാസവും ഇതേപോലെ ഡോർ അടഞ്ഞു വേറൊരാൾ ഇതേപോലെ മരിച്ചു എന്ന് പറഞ്ഞു കണ്ടു. അതേപോലെ ഈ റെയിൽ പാളങ്ങൾ ക്രോസ് ചെയ്യുമ്പോഴുള്ള അപകടങ്ങൾ, ബസ് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴുള്ള അപകടങ്ങൾ, ഇതൊക്കെ വന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളെ വന്ന് വണ്ടി തട്ടി പോവുകയാണ്. അപ്പോഴത്തന്നെ മരിച്ചും പോവുകയാണ്. അപ്പം ഫുട്പാത്തിലൂടെ നടന്നാലും വണ്ടി വന്ന് ഇടിക്കുക, അങ്ങനത്തെ ഉള്ള മരണങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള മരണങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ പോപ്പുലേഷൻ, ഒന്നാമത് നമ്മുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അത് കൂടാതെ തന്നെ വണ്ടികൾ ഇഷ്ടം പോലെയായി. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പം വണ്ടികൾ ഇഷ്ടം പോലെയായി. അതുകൊണ്ട് എവിടെ നോക്കിയാലും വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലവും നമുക്ക് ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സ്ഥലം പോലും ഇപ്പം ഫുട്പാത്തൊക്കെ വളരെ കുറഞ്ഞു, മുഴുവൻ വണ്ടി പാർക്കിങ്ങാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അപകടങ്ങൾ കൂടുകയും ചെയ്യണം. പിന്നെ ഇതേപോലെ ബസ്സുകളിൽ തൂങ്ങി നിൽക്കുക, 2 ഡോറുണ്ട്, ആ 2 ഡോറിൻ്റെയും ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് വണ്ടി പോവുക, അത്ര തിരക്കി ബസ്സിൽ വിടുക. ബസ് KSRTC ബസ്സുകളിൽ ഭയങ്കര അമിത വേഗപ്പാച്ചിൽ, അതേപോലെ ബസ്സുകൾ, ബൈക്കുകൾ അമിത വേഗം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. ഒരുപാട് മരണങ്ങളുമാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചേ മതിയാവും. ഇനി ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ മതിയാവും. ഈ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം തന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒട്ടും നമ്മുടെ മനസ്സിനത് താങ്ങാൻ പറ്റാത്ത മരണങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാത്രി സിനിമയ്ക്ക് പോകുന്നവർ എല്ലാവരുടെ ഇനി ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് ആ സന്തോഷത്തിന് ആ പയ്യന്മാരെല്ലാവരും കൂടെ ഒരു ടവേര വണ്ടിയിൽ, ഒരു പഴയ ടവേരയാണ്, അതിൽ കയറി അവർ പോവാണ്. അവരൊരു സിനിമയ്ക്ക് പോകുന്നു. നല്ല മഴയും ഈ കളർകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീല് ബ്ലോക്കായി എന്ന് പറയുന്നു. പിന്നെ 11 പേര് വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൂടാതെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികൾ, 19 വയസ്സല്ലേ അവർക്കായിട്ടുള്ളൂ. എല്ലാ കുട്ടികൾക്കും 19 വയസ്സേ ആയിട്ടുള്ളൂ താനും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 18ാമത്തെ വയസ്സിലാണ് ലൈസൻസ് കിട്ടുന്നത്. ഈ 18 വയസ്സിൽ ലൈസൻസ് കിട്ടിക്കഴിയുമ്പം 1 വർഷമേ ആയിട്ടുള്ളൂ ഈ കുട്ടികൾ വണ്ടി എടുത്ത് ഈ രാത്രിയിലൊക്കെ ഇറങ്ങണമെങ്കിൽ. സാധാരണ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പോലും ഈ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഈ സാഹചര്യത്തിലാണ് ഈ വണ്ടി തന്നെ എടുത്ത് ഇറങ്ങുക, തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ് ഇല്ല. അപ്പം എന്താ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യണമെന്നുള്ള അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ സ്ട്രക്കായി പോകുന്നു, വണ്ടി വന്ന് ഇടിക്കുന്നു, എന്ത് ചെയ്യാം, മരിച്ചു. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മുടെ ഗവൺമെൻറ് തന്നെ സൂക്ഷിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാനിവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഈ 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കുന്ന കുട്ടികൾക്ക്
കുറച്ചും കൂടി എക്സ്പീരിയൻസ് കിട്ടിയിട്ട് മാത്രം ഒരു 10-25 വയസ്സായിട്ട് മാത്രമേ വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ കൊടുക്കാവൂ. കാര്യം 10-25 വയസ്സാകുമ്പോഴും അവരുടെ ഡ്രൈവിങ്ങിൻ്റെ അവർക്ക് എത്രമാത്രം ഡ്രൈവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാവൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ മകനും കഴിഞ്ഞ വർഷമാണ് ലൈസൻസ് എടുത്തത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ആദ്യം എച്ച് എടുക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പം എച്ച് ആദ്യം ഒരാഴ്ച കൊണ്ട് എച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച റോഡ് ഓടിക്കും, ലൈസൻസ് കേൾക്കും. ലൈസൻസ് ഒക്കെ പാടാന്ന് പറഞ്ഞാലും ലൈസൻസ് ഒക്കെ കിട്ടും. ഇപ്പം എങ്ങനെയാണെങ്കിലും ലൈസൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അതൊക്കെ പക്ഷേ ഈ കുട്ടികൾ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണും 1, 2, 3 വണ്ടികളും ഒക്കെ. അപ്പം അവരെന്ത് ചെയ്യും? പതുക്കെ ലൈസൻസ് കിട്ടിയതല്ലേ എഴുതിയിട്ട് ഒന്ന് ഓടിക്കാം എന്ന് വിചാരിച്ച് അവർ 1-2 പ്രാവശ്യം ഓടിക്കും. അപ്പം അവർക്ക് പരിചയമുള്ള റോഡിൽ കൂടി അവർക്ക് ഓടിക്കുമ്പോൾ വലിയ കുഴപ്പം വരില്ല. അത് കഴിഞ്ഞ് അവർ പിന്നെ അവിടെ കുഴപ്പമില്ലെന്ന് കാണുമ്പോൾ പിന്നെ പരിചയമില്ലാത്ത സ്ഥലത്തൂടെ അവർ വണ്ടി എടുത്തൊന്ന് ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വണ്ടി ഒരിക്കലും ഓടിക്കരുത്. ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരുന്നത് വരെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ സൈഡിൽ ഇരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൺട്രോളൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പോലും മറ്റേ ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതാരുമില്ല, എല്ലാ കുട്ടികളും 19 വയസ്സായ കുട്ടികൾ ഈ വണ്ടിയിൽ. അപ്പം പെട്ടെന്ന് എല്ലാവരും അങ്ങ് ഇതായി കാണും. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പ്രായം, ഈ കൊച്ചു പ്രായത്തിൽ മരിച്ചു പോകുമ്പോൾ അവരുടെ വീട്ടുകാർക്കൊക്കെ എനിക്കറിയാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനും എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പ്രണാമം മക്കളെ, അല്ലാതെ എന്താ പറയുക? കാര്യം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ കുറച്ചുകൂടി വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പം നമ്മൾ എല്ലാം ഒട്ടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവർ ഫ്രണ്ടിലുണ്ടെങ്കിൽ ബാക്കിൽ വണ്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഓടിക്കുന്നത്, ഈ ഹോൺ അടിച്ച് തന്നെ ഇവർക്ക് ടെൻഷൻ കയറ്റുന്ന ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ ഓടിക്കുന്ന ആൾ എല്ലാം വെച്ചിട്ടാണ് ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതൊരു ലേഡി ആണെങ്കിൽ ഓടിക്കുകയാണെങ്കിൽ ബാക്കിൽ ഒരു മെയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുന്നിലുള്ള ആ സ്ത്രീക്ക് ടെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആകെ കൂടെ അവർക്കൊരു വെപ്രാളത്തിലായിരിക്കും ഒരു വണ്ടി ഓടിക്കുന്നത്. അതിനിപ്പോഴും ഈ ഹോണും കൂടെ കേൾക്കുമ്പോൾ അവരാകെ വറിയാവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. അപ്പം എല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ റോഡിലൂടെ വണ്ടി ഓടിച്ചാൽ വണ്ടി മര്യാദയ്ക്ക് പോവുകയുള്ളൂ. അത് കൂടാതെ തന്നെ എല്ലാവർക്കും വണ്ടി ഓടിക്കണ്ടേ റോഡിലൂടെ. അപ്പം അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ അങ്ങനെ വളരെ ദീർഘിപ്പിച്ച് ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയുന്നില്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. കാരണം ഒട്ടും മൂഡിലല്ല, വളരെ സങ്കടത്തിൽ തന്നെയാണ്. ട്രെയിനിൻ്റെ ഡോറ് തട്ടി മരിക്കുന്നതും ഈ 19 വയസ്സായ കുട്ടികളൊക്കെ ഇതേപോലെ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ ഇല്ലാതായി പോകുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം പുതിയ ജനറേഷനാണ്, അവർ വളർന്നു വരുന്നതേ ഉള്ളൂ, ഒരു ലോകം കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴത്തന്നെ അവരില്ലാതാവുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയില്ല നമ്മൾ എന്താ പറയേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കുക, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വണ്ടിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ട്രെയിനിൽ കയറുമ്പോൾ വാഷ് ബേസിൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് ഡോറാണെങ്കിൽ ഈ ഒരു പ്രശ്നവും വരുന്നേ ഇല്ല. കാര്യം ചൊവ്വയിൽ വരെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പഴയ ട്രെയിനുകളിൽ ഒരു ഓട്ടോമാറ്റിക് ഡോറെങ്കിലും വെച്ചൂടെ? അപ്പം അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സേഫ്റ്റിയാണ്? ഈ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത ജേണിയാണ് നമ്മുടെ കേരളത്തിലും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മുടെ അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും തുടർന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പം അടുത്ത ദിവസം ഇടാം. അപ്പം ഇന്ന് ഇത്രയും മതി. കാര്യം അതിൽ കൂടുതൽ ഇടാനുള്ള ആ ഒരു മൈൻഡ് അല്ല. കാര്യം ഭയങ്കര സങ്കടമാണ്. കാരണം എന്താണെന്നോ, ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ കയറി. ഇപ്പം മോന് ഒത്തിരി ദൂരെയല്ലേ, മോനിപ്പം അവൻ ന്യൂയോർക്കിലല്ലേ പഠിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവന് രാത്രിയാകുമ്പോൾ എനിക്ക് പകലാണ്. അപ്പം എന്നാലും ഞാൻ അവനിങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക, മോനെ ഇപ്പോൾ എവിടെയാണ്, മോന് കോളേജിലേക്ക് പോയോ, മോൻ ക്ലാസ്സിലെത്തിയോ? എനിക്ക് ടെൻഷനാണ്. അവിടെ മെട്രോയിലാണ്, അവിടെ റോഡ് സേഫ്റ്റിയൊക്കെ വളരെ നല്ല രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇത്ര പേടിക്കാനില്ല, എങ്കിൽ പോലും നമുക്കൊരു ടെൻഷനാണ്. എല്ലാവർക്കും അതേ. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെയും കൂടെ കുഞ്ഞുങ്ങളല്ലേ.
അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പം പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി, ആ കുടുംബത്തിലുള്ളവർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിന് ശാന്തി കിട്ടട്ടെ, ധൈര്യം സംഭരിക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ വരുത്തട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. വേറൊരു കണ്ടന്റുമായിട്ട് വരാം, നല്ലൊരു കണ്ടന്റുമായിട്ട് വരാം. ഇതൊരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഇതെൻ്റെ ആ ഒരു മനസ്സിലെ വിഷമം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ബൈ.